എന്റെ പ്രിയരെ, സുവിശേഷം മതം മാറ്റമല്ല, സുവിശേഷം സഭ മാറ്റുന്നതല്ല, സുവിശേഷം കോലാഹലവും ബഹളവും ഉണ്ടാക്കുന്നതല്ല, സുവിശേഷം നാട്ടുകാരുടെ സൗകര്യം കെടുത്തുന്നതല്ല, സുവിശേഷം ഭീഷണിപ്പെടുത്തിയ ആൾക്കാരെ മതത്തിൽ ചേർക്കുന്നതല്ല, സുവിശേഷം തത്വസംഹിതകൾ വിളമ്പുന്നതല്ല, സുവിശേഷം പ്രത്യേക ശാസ്ത്രങ്ങൾ നിരത്തുന്നതല്ല, സുവിശേഷം ആളെ കൂട്ടി പിള്ളേരുടെ ഭാഷ പറഞ്ഞ ആള് ഓളോ ബഹളോ മേളോ ഉണ്ടാക്കുന്നതല്ല. സുവിശേഷം ആയുധം കാണിച്ച് ഭീഷണിപ്പെടുത്തി മതത്തിൽ ചേർക്കുന്നതല്ല. സുവിശേഷം നാട്ടുകാരുടെ യാത്രാ തടസ്സം ഉണ്ടാക്കുന്നതല്ല. അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട്. റോഡ് ബ്ലോക്ക് ചെയ്യുന്നതല്ല സുവിശേഷം. അയലത്തുകാരുടെ സ്വസ്ഥത കെടുത്തുന്നതല്ല സുവിശേഷം. പിന്നെന്തുവാ സുവിശേഷം? മതം മാറ്റുന്നതല്ല, സഭ മാറുന്നതുമല്ല, ഈ സഭയിൽ ഇരുന്നവനെ ആ സഭയിലോട്ടാക്കി, അതൊന്നുമല്ല സുവിശേഷം. സംഘടന മാറുന്നതല്ല. തലയാഴ്ച ഒരു ബോർഡ്, പിറ്റേന്ന് ചെന്നപ്പം ആ ബോർഡ് മാറ്റി വെച്ച് വേറൊരു ബോർഡ്, ആഴ്ച ബോർഡ് മാറ്റുന്നതാണോ സുവിശേഷം? അല്ല. പിന്നെ എന്തുവാ ഈ സുവിശേഷം? സുവിശേഷം എന്തുവാന്ന് ഒറ്റ വാക്കി പറയാ, അവൻ നസറയനാകുന്ന യേശു ക്രിസ്തു. അതാ സുവിശേഷം. അറിവുള്ള വാക്യമാ, എങ്കിലും എടുത്തെങ്കിൽ വായിച്ചോ. തിമോഥെയോസിന്റെ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ വളരെ ക്ലിപ്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടല്ലോ സുവിശേഷം എന്താന്ന്. എടുത്തെങ്കിൽ വായിച്ചോ, എടുത്തെങ്കിൽ വായിര്. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ, വായിച്ചേ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. ഇന്ന് രാത്രി തണ്ണിത്തോട്ടുകാരോട് ഒന്നുകൂടെ ആവർത്തിച്ച് ഓർപ്പിക്കുക, എന്തുവാ സുവിശേഷം? ഒറ്റവാക്ക് പറയാൻ, ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു.